ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരിജിച്ചിട്ട 18ാം മടവും പയറ്റിക്കൊണ്ട് നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദയോട് കാര്യങ്ങൾ പറയുകയാണ്. നന്ദേ, നീ എന്താ ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, പിന്നെ അതാണല്ലോ മുഖ്യം. ഇത് കേട്ട് നമ്മുടെ നന്ദയാണെങ്കിൽ ആഹാ, അത് കൊള്ളാലോ, അടുക്കള പണി എന്താ മുഖ്യമല്ലേ? അടുക്കള പണിയും മുഖ്യം തന്നെയാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ജീവിച്ചു പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി അടുക്കളയിൽ കയറിയേ മതിയാവുള്ളൂ. ചിലർക്കൊക്കെ ഉണ്ട് അടുക്കള പണി കുറച്ചിലായിട്ട് കാണുന്നവരൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗിരിജിയാണെങ്കിൽ ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വന്നത്, എനിക്കും അറിയാം അടുക്കള പണി ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പിന്നെ എന്ത് പറയാനാണ് നിങ്ങൾ വന്നത്? പക്ഷേ നന്ദേ, നീ ഇങ്ങനെ അടുക്കള പണിയും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയാണോ നീ വലിയൊരു ലീവൊക്കെ എടുത്തത്? നിനക്ക് പിങ്കിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ? പിങ്കിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കണ്ടേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തന്നെ കളിയാക്കിയാണോ? പിങ്കിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കണ്ടെന്നും പറഞ്ഞ് നിങ്ങളും പിങ്കിയും എന്നെ വിലക്കിയതല്ലേ? പിന്നെന്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്? അങ്ങനെ ശരിയാ, ഞങ്ങളങ്ങനെ വിലക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ആ സംഭവം കഴിഞ്ഞ പിന്നെ നീ പിങ്കി ഒന്ന് കണ്ടിട്ടുണ്ടോ? പിങ്കിയുടെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചിട്ടുണ്ടോ? അവൾക്കൊരു ഗ്ലാസ് ചായയെങ്കിലും എടുത്ത് കൊടുത്തിട്ടുണ്ടോ? ഒരു വൈരാഗിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ നടക്കുകയാണ്. പിങ്കിയോടും കുഞ്ഞിനോടും നിനക്ക് വൈരാഗ്യമാണ്. ഒരമ്മ ചമഞ്ഞ് നടക്കുന്നു. ഇതൊക്കെ നിന്റെ വെറും അഭിനയമാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാൻ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് എന്നോട് ഉടക്ക് വെച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഞാൻ പിങ്കിയെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേറെ പ്രശ്നമാവുമല്ലോ. അപ്പോൾ പിന്നെ എനിക്കതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഏതായാലും കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിലും കുഞ്ഞിൻ്റെ അച്ഛനായ ഗൗതം എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ നന്ദാകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത്? അതേന്നേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇപ്പം തന്നെ കണ്ടില്ലേ പിങ്കി മോള് പറഞ്ഞേ, പിങ്കി മോൾക്കൊരു മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ടെന്ന് ഗൗതമിനോടാ പറഞ്ഞത്. ഗൗതം ഇത് കേൾക്കേണ്ട താമസം പെട്ടെന്ന് തന്നെയല്ലേ മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നത്. ഇത് കേടുന്നെന്താ? അല്ല, എങ്ങനെയാ ഗൗതം സാർ മസാല ദോശ മേടിച്ചുകൊണ്ട് വരും? ഗൗതം സാർ ഇന്ന് നല്ല തിരക്കാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഗൗതത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും വന്നത്. ഞാൻ പറഞ്ഞാലും വിശ്വസിക്കൂലേ? ഇത് നല്ല കൂത്താണല്ലോ. അവിടെ വേണമെങ്കിൽ പോയി നോക്ക്, ഗൗതം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗൗതം മസാല ദോശ മേടിച്ചുകൊണ്ട് വരിക മാത്രമല്ല, മസാല ദോശ ദേ കിള്ളി വായിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ പിങ്കിയുടെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഈ മസാല ദോശ കിള്ളി പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ഏതായാലും വിശ്വസിക്കില്ല. ഗൗതം സർ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്താ, അവളുടെ കൈക്ക് വലിയ സ്വാധീനക്കുറവുണ്ടോ? അയ്യോ നന്ദേ, ഞാൻ പറഞ്ഞ സത്യം നന്ദേ. ദേ ഇപ്പൊ ഈ വീട്ടില് ഗൗതം ഉണ്ടല്ലോ, നീ വേണമെങ്കിൽ പോയി ചെന്ന് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും ഗൗതം പിങ്കിയെ ഊട്ടി കൊടുക്കുകയാണോ എന്ന് അപ്പം മനസ്സിലാകും എന്നവിടെ പറയുകയാണ്. ഇത് കേട്ട് നന്ദ പറഞ്ഞു തീരേണ്ട താമസം തന്നെ പിങ്കിയുടെ അടുത്തേക്ക് ഓടുകയാണ്. പിന്നാലെ നമ്മുടെ ഗിരിജ ചിറ്റയും ഓടി ചെല്ലുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഗൗതം ആ പപ്പായ മുറിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിങ്കിയാണെങ്കിൽ ആ മസാല ദോശ തനിയെ കിള്ളി സാമ്പാറിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിരിജി ചിറ്റത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. നമ്മുടെ നന്ദയോ അതേപോലെ തന്നെ. ഗൗതമാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പപ്പായ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗൗതം നന്ദയെ കാണുകയാണ്. ആഹാ നന്ദ, വാ നന്ദ, ദേ പപ്പായ കഴിക്കുക. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നന്ദയ്ക്ക് വേണം നന്ദ? വേണ്ട, എനിക്ക് വേണ്ട. അല്ല നന്ദ എന്താണാവോ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? അല്ല, എന്നോടേ ദേ പിങ്കിയുടെ ചിറ്റ വന്നു പറഞ്ഞു അവിടെ ഗൗതം സാർ പിങ്കിയെ മസാല ദോശ വായിൽ വെച്ച് ഊട്ടുകയാണെന്ന്. അപ്പം ആ ഒരു കാഴ്ച കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൗതം സാർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നന്ദ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ അതല്ല ഞാൻ നൈസായിട്ട് കൈകാര്യം ചെയ്തു നന്ദ. പിങ്കി എന്നോട് പറഞ്ഞതാ ഈ മസാല ദോശ വാരി തന്നില്ലെങ്കിലേ ഈ പപ്പായ കഴിക്കുമെന്ന്. ഇത് കേട്ട് നന്ദ ഞെട്ടിപ്പോവുകയാണ്. പപ്പായ കഴിക്കുമെന്നോ?
ഈ സമയത്ത് ആരെങ്കിലും പപ്പായ കഴിക്കോ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്നിട്ട് ഇവിടെ എന്തിനാണ് പപ്പായ കഴിക്കാനായിട്ട് പോയത്? ആ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവൾ അങ്ങനെ എന്നോട് പറഞ്ഞു, മസാല ദോശ വാരി വാരി കൊടുത്തില്ലെങ്കിൽ ഈ പപ്പായ കഴിക്കുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നന്ദ? ദേ, എന്നെക്കാലം പിങ്കിക്ക് വാരിത്തരാൻ ആഗ്രഹമുള്ളത് അത് നമ്മുടെ അരുന്ധതി അമ്മായിക്കാണ്. അതുകൊണ്ട് ഞാൻ അരുന്ധതി അമ്മായിയെ വിളിക്കാം. അമ്മായി ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വാരിത്തരും. അമ്മായിക്ക് വാരിത്തരുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് കേട്ടതും പിങ്കി പറഞ്ഞ്, അയ്യോ വേണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്വയം ഈ മസാല ദോശ മേടിച്ചിട്ട് സ്വയം വാരി തിന്നുകയാണ് ചെയ്തത്. എങ്ങനെയുണ്ട് നന്ദ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. പിങ്കി ആണെങ്കിൽ ചമ്മി നാറിയൊരവസ്ഥയിൽ തലയും കുനിച്ചുകൊണ്ട് ആ മസാല ദോശ കിള്ളി കിള്ളി തിന്നുകയാണ്. ഗിരിജ ചിറ്റിക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത കലി തന്നെയാണ്. പക്ഷേ നന്ദയ്ക്ക് സന്തോഷമായി. ഇപ്പം മനസ്സിലായില്ല നന്ദ എങ്ങനെയാണ് ഞാൻ ഈ പപ്പായ മേടിച്ചതെന്ന്? ചിലവരുടെയൊക്കെ അഹങ്കാരങ്ങളുണ്ട്, അതെല്ലാം തീർന്നു കാണുമല്ലേ, പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സജേനയാണ്. അപ്പം സജയനാണെങ്കിൽ പവിത്രയെക്കുറിച്ച് കൂട്ടുകാരോട് പറയണം. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കണം, നീ എന്തിനാടാ ഈ പവിത്രയുടെ വീട്ടിലോട്ടൊക്കെ പോയത്? എന്നാലും ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നിനക്ക് ധൈര്യം കാണിച്ചല്ലോ. ആ, അങ്ങനെയൊക്കെ വേണോടാ, കാരണം ചതി അതൊരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ചതിയോ? എന്ത് ചതി? എടാ, പവിത്രയെ നീ നേരത്തെ സ്നേഹിച്ചിട്ടുണ്ട്. ഒരു കേസിലൊക്കെ കുടുങ്ങി നീ പല ലോക്കപ്പിൽ പോയി, അങ്ങനെ പല കാര്യങ്ങളുണ്ടായി. ആ സമയത്ത് അവൾ വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കുന്നു. എടാ, അതാണോ ഇത്ര വലിയ ചതി എന്നൊക്കെ പറയുന്നത്? എടാ, ഒരു തേപ്പും അങ്ങനെ ഒരു ഇതൊക്കെ കിട്ടുന്നത് നല്ല കാര്യമാണ്. എന്നാലല്ലേ ജീവിതത്തിൽ വലിയ പ്രേരണയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാ നീ ഇപ്പോൾ ഈ നിലയിലായത് സജയ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, ആഹാ, നീ ഒന്ന് പോടാ. നീ എന്താ വിചാരിച്ചത്? പവിത്ര എൻ്റെ വെറും കാമുകി മാത്രമായിരുന്നോ? പിന്നെ കാമുകിയല്ലാതെ? പവിത്ര എൻ്റെ കാമുകിയായിരുന്നില്ല, എൻ്റെ ഭാര്യയായിരുന്നു. ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ. ഇത് കേട്ടതും കൂട്ടുകാരൻ ഞെട്ടിപ്പോവുകയാണ്. എന്താ, നിന്റെ ഭാര്യയോ? അതെ, എൻ്റെ ഭാര്യ തന്നെയായിരുന്നു. എന്നോടാണ് അവൾ ആ വലിയൊരു ചതി ചെയ്തത്. പിന്നെ ഇന്ദിവരം പോലുള്ള വീട്ടിലേക്ക് ഞാൻ കയറി ചെന്ന് അത്രയ്ക്കും ഒരു ഷോ കാണിക്കണമെങ്കിൽ വെറുമൊരു പ്രേമമാണോടാ അത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാനായിട്ട് പാടില്ലല്ലോ. ആ വീട്ടുകാരെ മുഴുവനും അവൾ ചതിക്കുകയല്ലേ? അതെ, ചതിക്കുകയാണ്. അവൾ എന്നെ മാത്രമല്ല, ആ വീട്ടുകാരെ മുഴുവനും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സജയൻ്റെ മനസ്സിൽ ഇനിയും പ്ലാനുണ്ട്. പിന്നെ എനിക്ക് പവിത്രയോട് മാത്രമല്ല ആ വീട്ടിൽ വൈരാഗ്യമുള്ളത്, വേറൊരാളോടും കൂടിയുണ്ട്. ഇത് കേട്ട കൂട്ടുകാരൻ, വേറൊരാളോ? അതാരാടാ? എടാ, ഇപ്പം ഞാൻ ആ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയിലൊരു ത്രില്ലുണ്ടാവില്ലല്ലോ. പോകെ പോകെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുവരെ വെയിറ്റ് ആൻഡ് സീ എന്ന് ഈ സജയൻ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. അപ്പം നന്ദ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പിങ്കി പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ഗിരിജ ചിറ്റ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കാകെ പേടി തോന്നുന്നു. ഇനി പോകെ പോകെ ഗൗതം സാറിനെ ഇവരെല്ലാവരും കൂടി തട്ടിയെടുക്കോ, തൻ്റെ നിന്ന് തട്ടിയെടുക്കുമോ എന്നുള്ളൊരു പേടിയാണ് നമ്മുടെ നന്ദയ്ക്ക്. അങ്ങനെ നന്ദ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം പുറകേന്ന് വന്ന് നന്ദയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഓ, എൻ്റെ ഗൗതം സാർ പേടിച്ചു പോയല്ലോ, എങ്ങനെയാണോ വന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ അല്ലാതെ എൻ്റെ ഭാര്യയെ ഞാൻ പിന്നെ ഇങ്ങനെ വന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് കെട്ടിപ്പിടിക്കുന്നത്? അപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഗൗതം സാർ, എനിക്കാകെ പേടി തോന്നുന്നു ഗൗതം സാർ. പേടിയോ? അതെ, ഇതിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം നന്ദയെ ഒന്ന് വിടുകയാണ്. എന്ത് ചതി? എന്ത് ചതി എന്നാണ് നന്ദി പറയുന്നത്? അതെ, ഈ ഗിരിജ ചിറ്റ ചെയ്തത് മുഴുവനും ചതിയല്ലേ? ചതിയോ? എന്ത് ചതി? ഇത് തേർഡ് റേറ്റ് ബാർഗേനിങ് എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും, നീ എന്തൊക്കെയാ പറയുന്നത് എന്താ? അതെ, കുഞ്ഞിനെ വെച്ചാണ് ഇപ്പം അവർ കളിച്ചത്. കാരണം ആ പപ്പായ കഴിച്ചാൽ എല്ലാം അബോഷനാകുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തിനു വേണ്ടി അവർ ആ പപ്പായ കഴിക്കുമെന്ന് പറഞ്ഞു? പിങ്കി മനഃപൂർവ്വമല്ല ചെയ്തത്. പിങ്കി നമ്മുടെ കുഞ്ഞിനെ വയറ്റി ചുമന്നോളാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗൗതം സാറോട് പറഞ്ഞതാ, ഇതൊക്കെ അവളുടെ വെറും അഭിനയമാണ്. അവള് സന്തോഷപൂർവ്വം ഒന്നും സ്വീകരിക്കില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഗൗതം സാറോട് പറഞ്ഞല്ലേ.
അപ്പോൾ ഗൗതം സാർ ഒന്നും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പം എന്തായി? നന്ദ താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിയിച്ച് പറ. അതേ ഗൗതം സാർ, കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഗൗതം സാറിനെ പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഗൗതം സാറോട് എന്ത് പറഞ്ഞാലും ഗൗതം സാർ ചെയ്തു കൊടുക്കുമെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നെ ഇനി പോകെ പോകെ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? കുഞ്ഞിനെ വെച്ചുകൊണ്ട് തന്നെ ഗൗതം സാറോട് പറയും, ഗൗതം സാറ് ഇനി പിങ്കിയുടെ കൂടെ തന്നെ വേണമെന്ന്. അപ്പം എന്ത് ചെയ്യും? പിന്നെ അവൾ പറയണമെങ്കിൽ പറയട്ടെ, ഞാനെന്താ, അവൾ പറഞ്ഞ ഉടനെ തന്നെ ചെയ്യാൻ പോവല്ലേ? ഇന്ന് തന്നെ കണ്ടില്ലേ? ശരിയാണ്, കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഗൗതം സാറിൻ്റെ മനസ്സ് മാറിയെന്നിരിക്കും. താൻ അങ്ങനത്തെ കാര്യം ഒന്നും ചിന്തിക്കണ്ട. പക്ഷേ ചിന്തിച്ചേ മതിയാവുള്ളൂ ഗൗതം സാർ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അത് എനിക്ക് നോക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അവൾ ഇനിയും ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. ട്രിക്കോ? എന്ത് ട്രിക്ക്? ഉണ്ട്. ഞാൻ ഏതായാലും ആ ട്രിക്ക് എൻ്റെ അമ്മയോട് തുറന്നു പറയും. അതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുള്ളൂ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണെങ്കിൽ കരച്ചിൽ. കാരണം സജയൻ അവിടെ വന്ന് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞതും അതിനുശേഷം മോഹിനി കിടന്ന് പെരുമാറിയതും ഒക്കെ ആയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് കരയുകയാണ്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു മോഹിനി. അപ്പം മോഹിനിയും ഈ ഒരു കാഴ്ച കാണുന്ന, ദൈവമേ, ഞാൻ ഇവളെന്തോരം സംശയിച്ചു. ഏതോ ഒരു ഭ്രാന്തം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ ഇവളെ സംശയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബത്തിന് ഇതുവരെയും അവൾ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നാണ് നമ്മുടെ മോഹിനിയുടെ വിചാരം. അപ്പം മോഹിനി നേരെ പവിത്ര അടുത്തേക്ക് ചെന്നിട്ട്, പവിത്ര, നീ കരയല്ലേ പവിത്രേ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്തത് പവിത്രേ, നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതോ ഭ്രാന്തം വന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അതെല്ലാം വിശ്വസിച്ച് നിന്നോട് ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചു. നീ എന്നോട് ക്ഷമിക്കണം പവിത്രേ. ഇത് കേട്ട് നമ്മുടെ പവിത്ര മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മ, ഞാനാണ് തെറ്റുകാരി, നിങ്ങളോട് ഞാനാണ് തെറ്റ് ചെയ്തത്, അങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയില്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പവിത്ര ആലോചിക്കുകയാണ്. ആലോചിച്ച് പവിത്ര കരയുകയാണ്. മോളെ, നീ കരയല്ലേ. എൻ്റെ മോനില്ലേ, പവിത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പവിത്ര എന്ന് പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, പവിത്ര എന്നല്ലേ പേര്, അപ്പോൾ പവിത്രമായ സ്വഭാവം തന്നെയായിരിക്കും, കള്ളത്തരവും കാപട്യങ്ങളും ഒന്നുമില്ലാത്ത സ്വഭാവമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. അതേപോലെ തന്നെ സംഭവിച്ചു. നീ ഇന്നേ വരെ ഈ കുടുംബത്തിന് ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പവിത്രേ. നീ നല്ലവളാണ്, എങ്ങനെ കളിച്ചും ചിരിച്ച് നടന്നവളാ, പെട്ടെന്നല്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഞാൻ പറഞ്ഞതെല്ലാം നീ എന്നോട് ക്ഷമിക്കുക. ഇത് കിട്ടുമ്പോഴേക്കും അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു അമ്മേ, നിങ്ങളെല്ലാവരും ഞാൻ ചതിച്ചു അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ഈ മോഹിനിയുടെ മടി കിടന്ന് ഇങ്ങനെ കരച്ചിലാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദ ലക്ഷ്മിയെ കാണാൻ ചെന്നിരിക്കുക. അപ്പോൾ ലക്ഷ്മിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മോളെ നന്ദ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്തോ? അപ്പം മോഹിനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, എന്നാലും അവൾക്ക് ആരായിരിക്കും ഈ പപ്പായ കൊണ്ടുവന്ന് കൊടുത്തത്? അപ്പോഴാണ് വരുന്നു ഗിരിജ ചിറ്റ. ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അവിടെ കാതോർത്തേക്ക് നിൽക്കുകയാണ്. അമ്മ, അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ ആ പപ്പായ കയ്യിലേക്ക് കിട്ടി? ഇത് കേട്ട് നമ്മുടെ മോഹിനിയാണെങ്കിൽ, ലക്ഷ്മി എടുത്തി ഓർക്കുന്നില്ലേ, നമ്മൾ വരുന്ന വഴി ഗിരിജാ ചിറ്റയുടെ കയ്യിൽ ആ ഒരു പപ്പായിരുന്നത്, ഞാൻ ഓർക്കുന്നു മോഹിനി, ഇപ്പം ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. അവരാണല്ലേ, എങ്കിൽ പിന്നെ അവരോട് തന്നെ ചോദിക്കാം. അങ്ങനെ പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ ഗിരിജ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. ഇവർ കണ്ടെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗിരിജ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി, ഗിരിജ, ഇങ്ങോട്ടൊന്ന് വന്നേ ഗിരിജ. എന്താ? അല്ല, ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് ഗിരിജ ഇവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചത്? അയ്യോ അല്ല, ഞാൻ ഈ വഴി പോയതാ, പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ രഹസ്യം പറയുന്നത് ഞാൻ കണ്ടു, പിന്നെ അത് കേട്ട് വെറുതെ എന്തിനാണ് ഞാൻ വഴക്ക് കേൾക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ പോവുകയായിരുന്നു. അങ്ങനെയാണല്ലേ, കൊള്ളാം, നല്ല ഐഡിയ ആണ്. അല്ല, നിങ്ങളാണോ പപ്പായ പിങ്കി കൊടുത്തത്? അയ്യോ, ഞാനെന്തിനാ പപ്പായ പിങ്കി കൊടുക്കുന്നത്? ഈ സമയത്ത് പപ്പായ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടമാണെന്ന് എനിക്കറിയാൻ പാടില്ലേ? അപ്പം പിന്നെ ഞാൻ പപ്പായ പിങ്കിക്ക് കൊടുക്കോ? പിന്നെ എങ്ങനെയാണ് പിങ്കിയുടെ കയ്യിൽ പപ്പായ വന്നത്? എനിക്കറിയില്ല. ഞാൻ പപ്പായ കൊണ്ടുവന്നതൊക്കെ ശരിയാണ് തന്നെയാണ്, പപ്പായ കൊണ്ട് നമ്മൾ വെക്കുകയും ചെയ്തു. പക്ഷേ ഇതും കാണിച്ചുകൊണ്ട്
പിങ്കി എന്താ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്കറിയില്ല. പിന്നെ പിങ്കി മോളിലെ ചെറിയ ചെറിയ തമാശകളല്ലേ അതൊക്കെ. ഓഹോ, തമാശകളാണല്ലേ. ഈ നന്ദ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല ലക്ഷ്മി. ഇവള് പറയുന്ന മുഴുവനും കള്ളത്തരമാ. ഞാൻ പപ്പായ കൊണ്ടുവന്ന് പിന്നെ ഗൗതത്തിനോട് അങ്ങനെ ചെറിയ തമാശകളൊക്കെ ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിങ്കി മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ. ആ എൻ്റെ ദൈവമേ, തൊട്ട കിളുക്കുന്ന നുണ പറയുന്നതേ ശരിക്കും വിശ്വാസമായി. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വാസമായി. ദേ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇവിടെ നടക്കാനൊന്നും പോകുന്നില്ല. എന്തു മനസ്സിലിരിപ്പ്? ഞാൻ അതിനൊരു മനസ്സിലിരിപ്പും വെച്ചിട്ടില്ലല്ലോ. ശരി ശരി, നിങ്ങൾ പോ, പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലമ്മേ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്, അതെനിക്ക് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ മോഹിനിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും വേറെ വല്ല സാധനമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കാം. ഇത് കുഞ്ഞായി പോയില്ലേ, വയറ്റി കിടക്കുകയല്ലേ. നമ്മൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് സഹിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഇതിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട്. അവളെങ്ങനെ വരച്ച വരയിൽ നിർത്താന്നുള്ളൊരു ഐഡിയ. എന്താ മോളെ? പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അതെന്തൊരു ചോദ്യമാണ് മോളെ. ഞങ്ങൾ നിന്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെ നിൽക്കാനാണ്? അപ്പോൾ മോഹിനിയാണെങ്കിൽ ഈ കാര്യത്തിൽ നന്ദേ ഞാനും നിന്റെ കൂടെ തന്നെ നിൽക്കുമെന്നും പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.